ഇനി ഞങ്ങൾ അടുത്ത് പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ്. നല്ല മനോഹരമായ ഒരു ആർച്ചിനകത്തൂടെയാണ് നമ്മുടെ യാത്ര. ഇവിടെയുള്ള എല്ലാ ബട്ടർഫ്ലൈസും നമ്മൾ കണ്ടിട്ടുള്ളവയാണ്. പക്ഷേ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കതൊരു പുതുമയായിട്ട് തോന്നും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ചെടികൾ എന്ന് പറയുന്നത് വെറൈറ്റികളൊന്നുമല്ല. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന അതേ തരം ചെടികളാണ്. വേറെ എല്ലാ പക്ഷികൾക്കും ജീവികൾക്കും നമ്മൾ പേരിടുമെങ്കിലും ഈ ചിത്രശലഭത്തിന് നമ്മൾ ഏത് ഐറ്റം കണ്ടു കഴിഞ്ഞാൽ ചിത്രശലഭം എന്ന് മാത്രമേ വിളിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഒത്തിരി ചിത്രശലഭത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നല്ല രീതിയിൽ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊരു കാഴ്ചയാണ് കേട്ടോ. പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്, ചുറ്റുമുള്ള ആ ഒരു വനപ്രദേശം പോലെയുള്ള ആ ഒരു സെറ്റിങ്ങും എല്ലാം നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ ഇവിടെയും കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഇവിടെ പാറി നടപ്പുണ്ട് കേട്ടോ. നല്ല ഉയരത്തിലെത്തുന്ന തരത്തിൽ നല്ലൊരു പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉയരത്തിലോട്ട് വെള്ളം പമ്പ് എന്ന തരത്തിൽ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണിത്. ഇവിടെ ഏതൊക്കെ ചെടികളാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ചിലത് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ പേരറിയാത്തത് കൊണ്ട് അതൊരു പുതുമയായിട്ട് തോന്നിയേക്കാം. പൂത്തിരി നിന്ന് കത്തും പോലുള്ള ഒരു ഫീലാണ് കേട്ടോ ഇത് കാണുമ്പോൾ തോന്നുന്നത്. पानी ബട്ടർഫ്ലൈസിനെയൊക്കെ കണ്ടിങ്ങനെ വന്നപ്പോൾ ദേ ഒരു നല്ലൊരു ആൺമയിൽ നിൽപ്പുണ്ട് കേട്ടോ. നല്ല പീലിയൊക്കെ ഉണ്ട്, പക്ഷെ അത് വിടർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു മ്യൂസിയത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ ബട്ടർഫ്ലൈ പാർക്കും കൂടെ ഒന്ന് സന്ദർശിച്ചേക്കുക. നല്ല രീതിയിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവർ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വെള്ളം പമ്പ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ബൈ.